ഹായ്, നമ്മളിന്നേ സന്ധ്യ പുടക്കോലിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ കയറിയ മീനുകളാണത്. നോക്കി, വല പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ ഇട്ടിരിക്കുന്ന മറ്റേ ചൊവ്വാലിയാണേ. പിന്നെ കുറുവാപ്പരലുണ്ട്, വാളയുണ്ട്, ചൊട്ടാവാളയാണ് കേട്ടോ. ചൊട്ടാവാളയും കുറുവാപ്പരലും കല്ലാമുട്ടി, അങ്ങനെ എല്ലാ ഐറ്റംസ് മീനുകളുണ്ട് കേട്ടോ. എല്ലാം തന്നെ നല്ല മാക്സിമം സൈസുള്ള മീനുകളാണ്. ഇതാണ് ചൊട്ടാവാള. ഇതിനോട് പറഞ്ഞ ചൊട്ടാവാള എന്നാണ്. ഇതിൽ മറ്റു പേരുകളൊക്കെ ഉണ്ട്, തുണ്ണിവാളെന്നോ എന്തൊക്കെയോ പേരുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലെ പേരെന്താണെന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. ഇത് ഈ വലിയ കയങ്ങളിലുള്ള പാറപ്പത്തില്ലേ, അതിലും പിന്നെ അള്ളുകളൊക്കെ ഉള്ള സ്ഥലത്താണ് കട്ടിരിക്കുന്നത്. പാറക്കെട്ടുകളും കല്ലും കൂട്ടൊക്കെ ഉള്ള സ്ഥലത്ത് ഈ മീനെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതെ, ഇതൊക്കെ ഒരു അരക്കരി താഴെയാണ് വലത്തുള്ളൂ, അത്രയും വലിപ്പം ഒക്കത്തുള്ളൂ. നമ്മളിത് 2 വിരലിൻ്റെ വല ഇട്ടിട്ടത്, 2 വിരലിൻ്റെ വലയ്ക്കാണ് പിടിച്ചിരിക്കുന്നത്. വല നമ്മൾ ഓൺലൈനായിട്ട് എടുത്താണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ആവശ്യമുള്ളവർക്ക് കമൻറ്റ് ചെയ്താൽ കേട്ടോ, ലിങ്ക് അയച്ചു തരാവേ. ഈ പൂവാലിപ്പറലൊക്കെ പിടിക്കാൻ ഏറ്റവും നല്ലത് 2 വിരലിൻ്റെ വല കേട്ടോ. അതിന് മുകളിലേക്കാക്കി പോയി കഴിഞ്ഞാൽ പിടിക്കത്തില്ല കേട്ടോ. കാരണം അതിലും മുഴുത്ത പൂവാലിപ്പറൽ കുറവാണ്, ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. 2.5 വിരലിൽ പോലും ഈ പൂവാലിപ്പറലൊന്നും പിടിക്കത്തില്ല. 2 വിരലിൻ്റെ വലയാണ് ഇത് കൂട്ട് എല്ലാ മീനും പിടിക്കും നമുക്ക്. അതുകൊണ്ട് കല്ലാമുട്ട് വരെ കയറിയിട്ടുണ്ട്. കല്ലാമുട്ടും ചൊട്ടാവളയും പിന്നെ ആരാനുണ്ട്, അതും കയറും കേട്ടോ. ഇത് 2.5 വിരലിൻ്റെ വലയാണ്. അതിനാൽ ചൊവ്വാലി ഒറ്റ ഇറങ്ങി കയറിയിട്ടില്ല. കയറിയിട്ടുള്ള കുറുവാപ്പറലും പിന്നെ കൂരിലും ഒക്കെയാണ്. അതുകൊണ്ട് ഇത് കുറുവാപ്പറലാണ്. ഇതവിടെ കൂരിലും ഉണ്ടോ. പിന്നെ ഈ വിലയ്ക്ക് ചൊവ്വാലി കയറിയില്ലെങ്കിലും ഇതുപോലെ തന്നെ മുഴുത്ത കോരിൽ പിടിക്കുവേ. അടുത്ത് കുറുവാപ്പറൽ. അങ്ങനെ 3 മീനാണ് നമുക്ക് 2.5 വിരലിൻ്റെ വല കിട്ടിയിരിക്കുന്നത്. ബാക്കിയെല്ലാം 2 വിരലിൻ്റെ വലയ്ക്ക് പിടിച്ചാട്ടെ. ഇത്ര മീനുകൾ ഉണ്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള മീൻ കിട്ടിയിട്ടുണ്ട്. ഇത് കൊണ്ട് ഒരു വിലയ്ക്ക് ഏകദേശം 160-150 രൂപയ്ക്ക് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ ഫിഷിംഗ് വീഡിയോസ് ആയിട്ട് പിന്നെ കാണാവേ. ഫോളോ ചെയ്യാൻ മറക്കരുതേ.